ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇത് നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധത്തിൽ നിന്നും ഈ വ്യക്തി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഹിഡൻ എനർജീസ് കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹിഡൻ എനർജീസ് എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒളിവിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കും. പോരാത്തതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി, ഈ പേഴ്സന്റെ ഫീലിങ്സ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സ്കിപ്പ് അടിച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് അത് നിങ്ങളുടെ പേഴ്സണെ മാത്രം വിചാരിച്ച്, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തെയും പ്രപഞ്ച ശക്തിയെയും വിചാരിച്ചിട്ട് ഈ റീഡിംഗ് കാണുക. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു 3 കാർഡ്സ് എന്നുള്ളൊരു കണക്കിലാണ് നോക്കാനായിട്ട് പോകുന്നത്. അത് സെയിം എനർജി ആയിട്ട് തന്നെയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സണ്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ള തിരിച്ചറിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും കാര്യം, അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് നിങ്ങളിത് കാണണം. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിലും വളരെ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു റീഡിങ്ങും കൂടിയാണ്. എല്ലാവർക്കും ഇത് കാണാൻ പറ്റണമെന്നും ഇല്ല. അപ്പൊ ആദ്യത്തെ ഈ ഒരു 3 കാർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അതുപോലെ നിങ്ങളിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ പേഴ്സണ് അത് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒപ്റ്റിമിസം ആണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. കാരണം കോൺഷ്യസ്നെസ് ആണ്, മനസാക്ഷി എന്നുള്ള ഒരു എനർജിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ അത്രയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടും അതുപോലെ മനസാക്ഷിക്ക്, അതായത് മനസാക്ഷിക്ക് നിരക്കുന്നതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ പേഴ്സൺ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഒരുപക്ഷെ ഈ പേഴ്സൺ വളരെയധികം ഫ്ലേർട്ടിംഗ് ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് ഇതിനു മുമ്പും ഒരുപാട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്ത, ഇപ്പൊ കുറച്ച് നാള് ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലാവും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരാളായിട്ട് റിലേഷൻഷിപ്പിലാകും. അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു പരീക്ഷണമാക്കിയിട്ട്, അതായത് ജീവിതത്തിനെ കുറിച്ചിട്ട് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല, തോന്നിയതുപോലെ ജീവിക്കുക, തോന്നുന്ന സമയത്ത് തോന്നിയതുപോലെ പെരുമാറുക, അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇത് എന്താ പറയാ, ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും മനസ്സിലുള്ള ആ ഒരു സ്വന്തം ഇഷ്ടത്തോടു കൂടിയും ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയും സ്ഥിരോത്സാഹത്തോടു കൂടിയും വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാത്രമാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിലാണ് ഈ പേഴ്സൺ അത്രയും 100% കോൺഫിഡന്റ് ആയിട്ടും സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ബന്ധത്തിൽ നിന്നും മാത്രമാണ്. അത് ഈ പേഴ്സണ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ആയിരിക്കാം ഈ പേഴ്സണോട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം, നീ ഈ റിലേഷൻഷിപ്പ് ഇതുവരെ നിർത്തിയില്ലേ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിനക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നിക്കുന്നുണ്ടോ,
അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരെക്കാളും നിങ്ങളെ വളരെയധികം ഇഷ്ടമാണോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ഈ പേഴ്സണോട് ചോദിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു തിരിച്ചറിവും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇത്രയും കാലം ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിലനിന്നോ, അല്ലെങ്കിൽ ഇത്രയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചോ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഏഞ്ചലിക് അസിസ്റ്റൻസ് ആണ്, ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ലവിങ് സപ്പോർട്ട് ആണ്. ഈ വ്യക്തിക്ക് തീർത്തും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു നല്ല കാലം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയത് നിങ്ങളായിട്ട് ഈ ഒരു ബന്ധം തുടങ്ങിയപ്പോൾ മുതൽ തൊട്ടാണ്. അതായത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ദൈവികതയുണ്ടെന്നും ദൈവത്തിന്റെ ഒരു അംശമുണ്ടെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ നിന്നും മാത്രമാണ്. ഒരുപക്ഷെ ഈ വ്യക്തി എന്താ പറയാ, വളരെയധികം ലവിങ് ആയിട്ട്, അതായത് വളരെയധികം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പരിശുദ്ധമായിട്ടുള്ള സ്നേഹത്തെ സപ്പോർട്ട് ചെയ്യാനും അത് നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകാനുമൊക്കെ വളരെയധികം ഉത്സാഹം, വളരെയധികം മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഉത്സാഹം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ ദൈവികതയും കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു അനുഭവം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകണം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളെ വേണ്ട എന്ന് വെക്കുന്നു, നിങ്ങളെ വേണ്ട എന്ന് വെച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ചിലപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും മോശപ്പെട്ട അവസ്ഥകൾ വന്ന് ചേർന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഈ പേഴ്സണ് ദൂരെ നിന്നുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ അരങ്ങേറിയിട്ടുണ്ടാകാം. കാരണം ഈ പേഴ്സൺ വിചാരിച്ചിട്ടുള്ളത് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ടൈം പാസ് ആണ്, കുറച്ച് നേരത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റ് ആണ്, അത് മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിട്ടുള്ളത്. പക്ഷെ അതല്ല എന്നും ഇതിനൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്നും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇത് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബന്ധം കൂടിയാണ് എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും വന്നിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമല്ല നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിലും ബി ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ് എന്നാണ്. അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ദൈവാനുഗ്രഹത്തിലേക്ക് വളരെയധികം ഉയർന്നു വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ വളരെ കർമ്മസംബന്ധമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുണ്ടാകുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക, പറ്റിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെടുക, അല്ലെങ്കിൽ അങ്ങോട്ട് തേപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് തേപ്പ് കിട്ടുക, അങ്ങനത്തെ ഒരു ലെവലിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, മോശപ്പെട്ട ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. അവര് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, എന്താണ് പ്രവർത്തിക്കണേന്ന് ഈ പേഴ്സൺ അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു താൻ എന്താണ് ചെയ്യുന്നത്, താൻ ഏത് റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, താൻ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണോ ചീത്തയാണോ, ഇതിനെക്കുറിച്ചൊന്നും ഈ പേഴ്സണ് വ്യക്തമായിട്ടുള്ളൊരു തിരിച്ചറിവോ കാഴ്ചപ്പാടോ ഇല്ല. അതായത് ഒരു എന്താ പറയുക, ഒരു ഡയറക്ഷൻ തെറ്റി എന്തെന്നില്ലാതെ ഒരു ഗത്യന്തരം ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറയാം, അല്ലെങ്കിൽ ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടിയുടെ അവസ്ഥ എന്താണ് നമുക്ക് പറയാൻ പറ്റാതെ എവിടെ ചെന്നായിരിക്കും നിൽക്കുന്നത്, ഏത് റൂട്ടിലൂടെ ആയിരിക്കും പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു തോന്നിയ ജീവിതത്തിൽ നിന്നും വളരെയധികം മാറി ദൈവഭക്തിയിലേക്കും അതുപോലെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക്, അതായത് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളാണുള്ളത്, നിങ്ങളല്ലാതെ വേറെ ആരും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല, ആ ഒരു നിർബന്ധ ബുദ്ധി, അല്ലെങ്കിൽ ആ ഒരു നിർബന്ധമായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, നമ്മൾ പറയില്ലേ എൻ്റെ ഒരു 100% ഈ ഒരു കാര്യത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂലേ, ആ ഒരു കാര്യം ഈ പേഴ്സണ് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമാണ്. മനസ്സിലായി? ഈ പേഴ്സൺ 100% അങ്ങനെ കമ്മിറ്റ്മെന്റോട് കൂടി നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഈ ഒരു പ്രണയബന്ധത്തിൽ മാത്രമാണ്. അപ്പോൾ ഇത്രയും ഒരു തിരിച്ചറിവും കൂടിയാണ് ഈ പേഴ്സണ് കിട്ടിയിട്ടുള്ളത്, അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ പാസ്റ്റ് എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് സോർട്സ് ആണ്. ഉറപ്പായിട്ടും ഇവിടെ ഒരുപാട് ശത്രുക്കൾ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ പല കാര്യങ്ങളിലും വളരെയധികം കഴിവുറ്റ ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ബിസിനസ് ചെയ്യാനാണെങ്കിലും
പണം സമ്പാദിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ഇതാണെങ്കിലും ഏതൊരു ലെവലിൽ നോക്കുകയാണെങ്കിലും ഈ പേഴ്സണ് വളരെയധികം എന്താണ് ഒരു കഴിവുള്ള ഒരു പ്രതിഭയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കഴിവിൽ ഒരുപാട് ആൾക്കാർക്ക് അസൂയ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പേഴ്സണെ തകർക്കണം, ഏതെങ്കിലും ഒരു കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കണം, എന്തെങ്കിലും ഒരു മോശ സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം, എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് അടിമപ്പെടുത്തണം, ഇങ്ങനത്തെ ചിന്താഗതികളായിട്ട് നടക്കുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ പേഴ്സന്റെ പാസ്റ്റ് എനർജിയിലാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഉറക്കമില്ലാത്ത രാത്രികളും അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള സിറ്റുവേഷൻസിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്കുള്ള ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി എന്നാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ പേഴ്സൺ എന്തിനാണോ നടന്നത്, എന്തിനാണോ ജീവിച്ചത്, എന്ത് ചെയ്യാനാണോ ഒരുങ്ങിയത്, അതിൽ നിന്നും ഡയറക്ഷൻ തെറ്റി വേറെ എങ്ങോട്ടേക്കോ ഈ പേഴ്സന്റെ ലൈഫ് പോയി എന്നാണ് കാണിക്കുന്നത്. അതിൽ നിന്നുമാണ് ഈ ഒരു മാറ്റം, അതായത് ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ഒരു 3 കാർഡ്സിലോട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അതായത് ഇത്രയും മാറ്റം ഈ പേഴ്സന്റെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിലൂടെ മാത്രമാണ്. ഇപ്പോ ഈ പേഴ്സൺ എന്തൊക്കെയാണ്, ഏതൊരു മനോഭാവത്തിലാണ് നിൽക്കുന്നത്, ഈ ഒരു കാർഡ് നമുക്ക് മുഴുവനും കാണിക്കാൻ പറ്റില്ല. സ്വിം എവേ ഫ്രം ദിസ് സിറ്റുവേഷൻ ആണ്. അതായത് എന്തൊക്കെയോ മോശപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോശപ്പെട്ട സാഹചര്യം വന്നാലും അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമാകും. മനസ്സിലായോ? ഇപ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് അത് പറ്റും. കാരണം എന്തൊക്കെ മോശപ്പെട്ട സാഹചര്യങ്ങൾ വന്നാലും അതിനെ മറികടക്കാനും ബുദ്ധിപൂർവം രക്ഷപ്പെടാനുമുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് പണ്ടൊക്കെ എവിടെയാണോ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണോ മോശപ്പെട്ട സാഹചര്യങ്ങൾ വരുന്നത്, അവിടെയെല്ലാം നേരെ ചെന്ന് തല വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഈ പേഴ്സൺ അതിൽ നിന്നുമൊക്കെ, അതായത് കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ, സാഹചര്യങ്ങൾ, അതെല്ലാം തന്നെ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടന്ന് സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ചില്ലറ കാര്യമല്ല. അതായത് ഒരു ബോധവും വെളിവും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതം എങ്ങനെ പോകണം, എത്ര നന്നായി കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് മാറണമെങ്കിൽ അത് നിസ്സാരമായിട്ടുള്ള ഒരു മാറ്റമല്ല. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ പൊതുവേ ഈ പേഴ്സന്റെ എനർജി, അതായത് ഇപ്പോൾ അധികമായിട്ട് കണ്ടുവരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് 7 ഓഫ് സ്ക്രോൾസ് ആണ്. പദ്ധതികളുണ്ട്. ഓക്കെ, അതായത് ഇൻട്രസെസീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ്. ഈ പേഴ്സൺ എന്തൊക്കെയോ വളരെയധികം ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ ക്രിയേറ്റിവിറ്റി ഉള്ള, മേ ബി സിവിൽ എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ സംതിങ് എന്തൊക്കെയോ ഒരു എന്താ പറയാ, എന്തൊക്കെയോ ഒരു വളരെയധികം ക്രിയേറ്റിവിറ്റി ഉള്ള, ചിലപ്പോൾ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, കഥകളും കവിതകളും എഴുതുന്ന ഒരു പേഴ്സൺ. അതായത് പ്രൊഫഷണൽ വൈസിൽ ചിലപ്പോൾ ഈ പേഴ്സണ് വേറൊരു ജോലി ഉണ്ടാകാം. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൺ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കാം. പക്ഷെ അതിനോടൊപ്പം തന്നെ പാട്ട്, ഡാൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സണ് വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കഴിവ് ഏതൊക്കെയോ കാലഘട്ടത്തിൽ നശിഞ്ഞു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ട് പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അത് ഏതോ ഒരു സാഹചര്യത്തിൽ നശിഞ്ഞു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും ഉടലെടുത്തുകൊണ്ട്, അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരുപാട് പ്ലാനിങ് ഉണ്ട്. അതായത് ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നോക്കുകയാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, പ്ലാനിങ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു പ്ലാനിങ് ഇല്ലാതെ പണ്ട് നടന്നിരുന്നു, ഒരു അന്തവും കുന്തവും ഇല്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ പണ്ട് നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ഓരോ കാര്യത്തിനും വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ഈ പേഴ്സൺ റെഡിയാണ്, തയ്യാറാണ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് ഒരു വാരിയർ വുമൺ എന്നുള്ള രീതിയിലാണ്. മനസ്സിലായോ? അതായത് നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് തന്നെ ഈ പേഴ്സൺ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല.
കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം കൃത്യതയോട് കൂടിയും സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്ത് വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അറിയാലോ, നേരെ തിരിച്ചാണ്. വളരെയധികം ഫ്ലേർട്ടിംഗ് മെന്റാലിറ്റി, തോന്നിയ പോലെ ജീവിക്കുക, മോശപ്പെട്ട സ്വഭാവം, ഇതൊക്കെയുള്ള ആൾക്കാരാണ്. പൈസ അനാവശ്യമായിട്ട് ചെലവാക്കുക, അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക, സ്വന്തം കഴിവുകൾ പുറത്തേക്ക് എടുക്കാണ്ടിരിക്കുക, ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. അതിന്റെ നേരെ തിരിച്ചാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസ്പിരേഷൻ തന്നെയാണ്. മനസ്സിലായോ? ഒരു ഇൻസ്പിരേഷൻ തന്നെയാണ്. കാരണം നിങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിലും നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തോടു കൂടി, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് കാണാൻ പറ്റും ദിസ് ലേഡി ഈസ് ക്രൈയിങ്. അതായത് വളരെയധികം ബാരിയറാണ്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും എന്താണ്, ആ കണ്ണുകളിൽ നിന്നും എന്താണ് കണ്ണുനീരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ജീവിതത്തിൽ വിഷമങ്ങളും ഉണ്ട്, പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നെക്സ്റ്റ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ലെറ്റ്സ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു എന്നാണ്. ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് എന്നാണ്. ഉറപ്പായിട്ടും ചിലപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ആയിരിക്കാം, സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കുന്നതാകാം, അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു സഹായം തരുന്നത് ആയിരിക്കാം. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ തീരുമാനങ്ങൾ എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെ സഹായം, നല്ല സുഹൃത്തുക്കളായിരിക്കണം, ആ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സണലി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അതായത് നല്ല നല്ല കാര്യങ്ങൾ ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ, അത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമല്ല പൊതുവെയുള്ള ഈ പേഴ്സൻ്റെ ഒരു ജീവിതം നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാമായിരുന്നു, ഒരുപാട് കഴിവുകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ പരാജയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഒരു വഴിതെറ്റിപ്പോണത് ഈ പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട്. 11-17 അതൊരു ഏഞ്ചൽ നമ്പർ ആണ്, അത് കാണുന്നുണ്ടാകാം. ഡിസംബർ മാസം കാണിക്കുന്നുണ്ട്. കർമ്മ 15 ദിവസം, ഉത്രട്ടാതി, ഓവർ എക്സ്പെക്ടേഷൻ, ലെറ്റർ എ, റിയൂണിയൻ 7th മന്ത്. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.